ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഇപ്പോൾ ഈവനിങ് ഒരു മൂവിക്ക് പോവുകയാണ്, കൽക്കി മൂവിക്ക് പോവുകയാണ്. സോ റെഡി ആയിട്ട് നമുക്ക് ബാക്കി വിഷയത്തിൽ കിടക്കാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്ന ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ. ഒന്നാമതെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ജീൻസ് ടോപ്പൊക്കെ ഇടാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ മഴയായതുകൊണ്ടും അതൊക്കെ വാഷ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ ഈ ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഞാൻ ഇടുന്നത്. ആൻഡ് ജസ്റ്റ് ഒരു സിമ്പിൾ ക്യൂക്ക് ഗെറ്റ് റെഡി. മോയ്സ്ചറൈസറല്ല, ഞാൻ ആക്ച്വലി സൺസ്ക്രീനും സെറവുമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ചെറുതായിട്ടൊരു ചീക്ക് ടിൻറ്റ് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്, ആൻഡ് ഒരു പൗഡർ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല ഫേസിൽ. ജസ്റ്റ് ഒന്ന് കരി എഴുതി പൊട്ടു ഇടുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വെരി 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 സിമ്പിൾ ക്യൂക്ക് ഗെറ്റ് റെഡി. സോ അത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് എ സിമ്പിൾ ഗെറ്റ് റെഡി. ആൻഡ് അപ്പോൾ നമ്മൾ റെഡി ചെയ്താൽ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തി. നമ്മുടെ കൈരളി ശ്രീനീലാത്തമ്പാടിനടുത്തുള്ള അവിടെയാണ് കേട്ടോ പോയത്. ആൻഡ് മൂവി കണ്ടു. വി എൻജോയ്ഡ്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഈവനിങ് ഷോയ്ക്കായിരുന്നു മൂവിക്ക് പോയത് കേട്ടോ. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ നല്ല മഴയും ഇതൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെ കൂടുതൽ ഷോർട്സ് എടുക്കാനൊന്നും പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നോ വേർഡ്സ്, ജസ്റ്റ് സൂപ്പർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ആൻഡ് അമിതാഭ് ബച്ചൻ, പ്രഭാസ്, എല്ലാവരും ആക്ടേഴ്സ് ആണെങ്കിലും ഒരു രക്ഷയില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹിസ്റ്ററി, മഹാഭാരത മിത്തോളജീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പാസ്റ്റും അതിൽ നിന്ന് ഫ്യൂച്ചറിൽ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞൊന്നും സ്പോയിലർ ആക്കുന്നില്ല. ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ ഇങ്ങനെ കാണാനായിട്ട് മിസ് ചെയ്തിരിക്കുമായിരുന്നു ആൾക്കാരെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. സോ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. വി എൻജോയ്ഡ് കംപ്ലീറ്റ്ലി. സൂപ്പർ ആൻഡ് തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. ഇതൊക്കെ OTT ഇറങ്ങിയിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഫീല് കിട്ടും എന്നുള്ളത്. സോ ഉറപ്പായിട്ടും പോയി കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വ്ലോഗ്. അതായിരുന്നു നമ്മുടെ ഒരു മൂവി ഡേ ഔട്ട് ഈവനിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ലോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണാം. സോ ചിൽഡ്രൻ, ബൈ.